ഇന്നത്തെ അതിഥിയായി എത്തിയിരിക്കുന്ന ഞങ്ങളുടെ ഞങ്ങളുടെ സ്കൂളിലെ നല്ല കർഷകരായ ഒരു 6 പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. 6 മാതാപിതാക്കളെ, എൻ്റെ പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ, കുഞ്ഞുമക്കളെ, രൂപമാനെ ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ പ്രിയ പ്രസിഡന്റിനെ എൻ്റെ ഹോസ്റ്റലിനോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കർഷക ദിനം തിരികൊളുത്തി ഉദ്ഘാടനം ചെയ്തതിനായി രൂപമാനെ ക്ഷണിക്കുകയാണ്. ശനിയാഴ്ചയായിരുന്നു ഇന്നോർക്കും കർഷക ദിനവും ഒരു പുതിയ യുവപ്പിറവി എല്ലാം കൊണ്ട് ഒരു പുതിയൊരു തുടക്കം. അപ്പോ നമ്മൾ എല്ലാ വർഷവും ഇതുപോലെ തുടർച്ചയായി ഈ വർഷം എനിക്കൊരു 3ാമത്തെ തവണയാണ് കർഷക ദിനം നേതൃത്വത്തില്. 3ാമത്തെ വർഷമാണ്. ഈ വർഷത്തിന്റെ ഒരു പ്രത്യേകത എല്ലാ സ്ത്രീകളാണ്. കഴിഞ്ഞ വർഷം പുരുഷന്മാരായിരുന്നു മൊത്തം അല്ലേ? അപ്പൊ എന്തായാലും എല്ലാ വർഷവും സ്കൂളിൽ കൊണ്ടുപോയി വന്നിട്ട് കർഷക ദിനം ആചരിക്കാൻ നിൽക്കുന്ന ഒരു വലിയൊരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു. കാരണം നമ്മുടെയൊക്കെ ബാക്ക്ബോൺ, ഈ ഒരു ഫൗണ്ടേഷൻ, അടിത്തറ എന്ന് പറയുന്നത് തന്നെ കൃഷിയാണ്. കൃഷിയെ ആശ്രയിച്ചാണ് നമ്മുടെ എല്ലാ വിധത്തിലുള്ള പ്രോഗ്രാമുകളും വളർച്ചയും ഒക്കെ. ഇനി കൃഷിയിലാണ് ശരിക്കും വലിയ പുരോഗതി, വലിയ കണ്ടുപിടുത്തങ്ങളും നേട്ടങ്ങളും ഡെവലപ്മെന്റ്സും ഒക്കെ വേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ യുവതലമുറ കേരളം വിട്ട് പലായനം, കുടിയേറ്റം ഒക്കെ നടത്തുന്ന ഈ ഒരു കാലഘട്ടത്തില് ഈ കൃഷിയിലൊക്കെ എന്തെങ്കിലും ഒക്കെ അവർക്ക് ചെയ്യാൻ സാധിച്ചാൽ, തൊഴിലവസരങ്ങൾ അവർക്ക് ഇവിടെ തന്നെ ജോലിയെടുത്ത് സമാധാനമായിട്ട് സന്തോഷത്തോടുകൂടി അവർക്ക് ജീവിക്കാൻ സാധിക്കും. അപ്പോ പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോ ഇന്ന് നമുക്ക് ഇതിലേക്ക് ആദരിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു കർഷക ദിനത്തിന് തുടക്കമിടാം. അപ്പൊ നമ്മൾ ഇതുപോലെ നല്ല കർഷകരായിട്ട് ആകാം. നിങ്ങൾ കൃഷിയൊക്കെ ചെയ്ത് ഇനി ഓണത്തിനൊക്കെ പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടോ വീട്ടില്? ഉണ്ടല്ലേ? എന്തൊക്കെ പച്ചക്കറി ഉണ്ട്? പച്ചക്കറികള് നിങ്ങളുടെ വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ കൃഷിയുടെ നമ്മളെ വിളവെടുപ്പെല്ലാം കൈപ്പിടിച്ച് ഫോട്ടോ ഒക്കെ വളരെ നല്ലൊരു മെമ്മറീസ് ആണ് എപ്പോഴും സെന്റ് ലൂയിസ് സ്കൂൾ എന്ന് പറയുമ്പോൾ. ഓണമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഏറെ സന്തോഷം തോന്നുക, ഏറെ ഒരു സന്തോഷത്തിന്റെ ഹാപ്പിനെസിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നിർത്തില്ലേ? അപ്പൊ ഞാനിപ്പോ നിങ്ങളെ ജസ്റ്റ് ഒരു സെന്റൻസ്, ഒരു പ്രയർ പഠിപ്പിക്കും. ഒരു സെന്റൻസ്, അത് വളരെ നല്ലൊരു പ്രാർത്ഥനയാണ്. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ പ്രസക്തി ആയിട്ടുള്ളതാണ്. അതായത് ഒന്ന് പറഞ്ഞ ദൈവമേ, അവന്റെ ദൈവമേ, ശരിയും തെറ്റും, നന്മയും തിന്മയും, ഗുണവും ദോഷവും തിരിച്ചറിയാൻ വിവേകമുള്ള ഒരു ഹൃദയം തരണമേ. ഇത് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി. കാരണം ഞങ്ങളുടെ
നമ്മുടെ വിശുദ്ധ ബൈബിളിൽ തന്നെ ദൈവം പ്രാർത്ഥന കേട്ടു എന്ന് പറയുന്ന പ്രാർത്ഥനകളിൽ ഒന്നാണ്, അതായത് ശലോമോന്റെ പ്രാർത്ഥനയാണ്. അപ്പോൾ നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുമ്പോൾ സമ്പത്ത്, കീർത്തി, പ്രശസ്തി, അധികാരം, ദീർഘായുസ്, ഇങ്ങനെയൊക്കെയല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം, ഇതൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഇതൊക്കെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വിവേകമുള്ള ജ്ഞാനം, അറിവ്, ജ്ഞാനത്തിന് വേണ്ടി, അതായത് നമ്മൾ ഏത് ദിശയിലാണ് നടക്കേണ്ടത്, എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നുള്ള അറിവ്, ആ ഒരു വിവേകമുള്ള ഒരു ഹൃദയത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ വിവേകമുള്ള ഒരു ഹൃദയം വരുമ്പോൾ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, വിവേകമുള്ള ഒരു ഹൃദയമാണ് ശലോമോൻ ചോദിച്ചത്. പക്ഷെ അത് ദൈവം കൊടുക്കുകയും അതുപോലെ തന്നെ അദ്ദേഹം ചോദിക്കാത്ത സമ്പത്ത്, പ്രശസ്തി, അധികാരം, ദീർഘായുസ് എല്ലാം ദൈവം. കാരണം നമുക്ക് വിവേകമുള്ള ഒരു ഹൃദയം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഈ നമ്മൾ ആഗ്രഹിക്കുന്ന പ്രശസ്തിയും അധികാരവും എല്ലാം നമുക്ക് ചോദിക്കാതെ തന്നെ വരും. പക്ഷെ വിവേകമുള്ള ഒരു ഹൃദയം നമുക്കില്ലെങ്കിൽ നമ്മുടെ കൈവശമുള്ള സമ്പത്ത്, കീർത്തി, അധികാരം, ദീർഘായുസ് എല്ലാം നഷ്ടപ്പെടും. കാരണം നമുക്ക് അറിവില്ല, വിവേചനമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ ദിവസവും പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ വളർച്ചയിലും മാനസികമായിട്ടുള്ള സന്തോഷത്തിനും ആരോഗ്യത്തിനും ഒക്കെ ഏറെ അനുഗ്രഹമാകും. അപ്പൊ ഏറെ സങ്കടത്തിന്റെ ഇതിന്റെയൊക്കെ അർത്ഥം എന്താ ചോദിച്ചാൽ, നമ്മൾ എല്ലാവരും ഈ ഭൂമിയിൽ ഒരു തവണ മാത്രമേ ജീവിക്കുന്നുള്ളൂ. ഒരു തവണ മാത്രമാണ് നമ്മൾ ഇതിലൂടെ നടക്കാനുള്ള ഒരു അസുലഭമായിട്ടുള്ള ഒരു നിമിഷം. അപ്പൊ നമ്മുടെ ആ ഒരു കർമ്മം അത് അർത്ഥവത്തായിട്ട് പൂർത്തീകരിക്കാനാണ് നമ്മുടെ ദൗത്യം. കാരണം നമ്മൾക്ക് എല്ലാവർക്കും 24 മണിക്കൂറുണ്ട്. വളരെ ഷോർട്ട് ആയിട്ടുള്ള യാത്രയാണ് നമ്മുടെ ഭൂമിയിൽ. അപ്പൊ നമ്മളോടൊപ്പം നിൽക്കുന്നവരെയും എല്ലാവരിലും ഒരു പുഞ്ചിരി, സമാധാനവും സന്തോഷവും ഒരു നന്മയ്ക്കും ഒക്കെ നമ്മൾ കാരണമാകുകയാണ് നമ്മുടെ ദൗത്യം. അപ്പൊ ഈ യുദ്ധങ്ങളൊക്കെ ഇല്ലാതെ, യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിച്ച് സമാധാനത്തിന്റെ വക്താക്കളായിട്ട് മാറാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ നിങ്ങളൊക്കെ ഇത് കേൾക്കുന്നവര്, നിങ്ങൾ കുഞ്ഞു മക്കൾ ഇനി ഭാവിയുടെ നല്ല ലോകത്തിന്റെ ചേഞ്ച് മേക്കേഴ്സ്, പീസ് മേക്കേഴ്സ്, സമാധാനം കൊണ്ടുവരുന്ന നല്ല ഭരണാധികാരികളൊക്കെ ആയി വരട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. ഈ ഒരു ഉത്സവകാലം അല്ലെ, ഈ ഒരു ചിങ്ങം 1 എല്ലാവർക്കും ആ ഒരു പ്രോസ്പെരിറ്റിയും ഐശ്വര്യവും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമുക്കറിയാം, ഈ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി നമ്മളൊരു പ്രാർത്ഥന എത്തിക്കേണ്ടിയിരിക്കുന്നു. അലസത ഇത് മാറിയാൽ തന്നെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ടാലന്റുകളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങളൊക്കെ വളരെ കഴിവുള്ള, ഞാൻ നിങ്ങളുടെ ആനുവൽ ഡേക്കൊക്കെ വന്നിട്ട് നിങ്ങളുടെ പ്രകടനങ്ങളൊക്കെ, കലാപ്രകടനങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ്. നമുക്ക് തന്നെ വളരെ കഴിവുള്ള, സ്മാർട്ടായിട്ടുള്ള, വളരെയധികം ടാലന്റും ഉള്ള കുട്ടികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളത് ഉപയോഗിക്കുക. കണ്ണും കാതും ഹൃദയവും ഒക്കെ തുറന്നു വെക്കുക. എങ്കിലേ ആ അനുഗ്രഹം സ്വീകരിക്കാൻ പറ്റുള്ളൂ. ആയിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും ദൈവം നൽകട്ടെ. അപ്പൊ നമുക്ക് അത് താങ്ക് യു.
അന്ന് ഞാൻ വന്നപ്പോൾ ഊഞ്ഞാലിൻ്റെ അടിയിൽ ഓർമ്മയില്ല. അപ്പൊ ഇത്തവണ അവിടെ പൂക്കളിട്ടിട്ട് ഊഞ്ഞാലൊക്കെ ഒരുക്കണ്ടോ? പൂക്കളിട്ടു. പുലിക്കളിയുടെ മാസ്ക് ഉണ്ടോ? ഓണത്തിന്